സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സർ. ഓക്കെ. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല സർ, കാണുന്നില്ല. ഇപ്പൊ ഇപ്പൊ വന്നോ? ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോർഡിനേറ്റ്സ് ആണ്. കോർഡിനേറ്റ്സ് എന്ന സെക്ഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരും ക്ലാസ് കേട്ടല്ലോ അല്ലേ? 2 ദിവസം ഒഴിവായിരുന്നു. നിങ്ങളുടെ എക്സാം കഴിഞ്ഞോ? ഒരു എക്സാം ഉണ്ട് പറഞ്ഞിരുന്നു അല്ലേ? അത് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു സർ. നിങ്ങൾ ഈ ആഴ്ച ഫ്രീ അല്ലേ? എക്സാംസ് ഒന്നും ഉണ്ടോ? ഫ്രീ ആണ്. നിങ്ങളുടെ ക്ലാസ്സിന്റെ കാര്യം എന്തായി? ഓൺലൈൻ ക്ലാസ് വെക്കുന്നു. ഓഫ്ലൈൻ ഇല്ല? അത് ഇടയ്ക്കൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ടൈം ഓൺലൈൻ ക്ലാസ് ആണ് നടക്കുന്നത്? അതെ അതെ. എന്തായാലും ഏപ്രിലും മെയിലും കൂടുതലും ഓൺലൈൻ ക്ലാസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ. ഇപ്പൊ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഫസ്റ്റിൻ്റെ അല്ലേ? ഫസ്റ്റ് സെമിസ്റ്റർ തന്നെ നടക്കുന്നത്. കഴിഞ്ഞില്ലല്ലോ അല്ലേ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ. സെക്കൻഡ് സെമിസ്റ്റർ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ക്ലാസ്സിനെ പറ്റി സാറ് പേര് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് തീർത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെം തീർത്തിട്ട് സെക്കൻഡ് സെമ്മിലേക്ക് അവർ കടക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഇതായിരുന്നു ഡിസ്കസ് ചെയ്ത റിസൾട്ട്. മെയിൻ റിസൾട്ട് ഇതായിരുന്നു. അവാർഡ് ബേസിസ് പറഞ്ഞു, അതിനുശേഷം യുണീക്നെസ് പറഞ്ഞു, ഇതാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഈ റിസൾട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ കോർഡിനേറ്റ്സിൽ വെച്ചിട്ട്. അപ്പം ഇന്ന് നിങ്ങളെല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. അപ്പം വെക്ടർ സ്പേസ് വി നമുക്ക് ചെറുതെന്ന് തുടങ്ങാം. R3 F നമ്മൾ R എടുക്കാം. ഓക്കെ. 1 3 4 എന്ന വെക്ടർ എടുത്തു. ഇസ് ഫ്രം R3. ഇതിന് ഞാൻ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. ഒരു ബേസിസ് എടുത്തു. 1 0 0 0 0 1 0 1 0. അപ്പം കോർഡിനേറ്റ് വെക്ടർ ഓഫ് ആൽഫ അല്ലെ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്താ വരിക? ആരാ പറയാം? കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ഐശ്വര്യ പോയല്ലോ.
രണ്ട് ഐശ്വര്യ നമ്മുടെ ക്ലാസ്സിൽ. ആ സർ ഉണ്ട്. ആ ആ ആ. അപ്പം എങ്ങനെയാ അത് കാണുക? പറയൂ. അനഘ പറയൂ. അനഘ ടി. ഹലോ എങ്ങനെയാണ് ഈ പറയൂ, കേൾക്കുന്നുണ്ട്. സർ, ഞാൻ ഇന്ന് വായിച്ചിട്ടില്ല. ഞാൻ അന്ന് നോട്ട് എഴുതുമ്പോൾ നോക്കിയതേ ഉള്ളൂ. അന്ന് സാറെ ക്ലാസ് അന്ന് തന്നെ കണ്ടെഴുതിയതാ. പിന്നെ നോക്കില്ല, ഇപ്പൊ നോക്കിയില്ല, കഴിഞ്ഞില്ല വൈകുന്നേരം. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞറിയോ? ഓ മതി മതി. അനീഷ ഉസ്മാൻ. സർ പറയൂ. ബീറ്റ തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ശരിക്ക് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കാണും. ബീറ്റ തന്നിട്ടുണ്ട്. എങ്ങനെയാ? പറയൂ. അറിയാം. എങ്ങനെ? ഓക്കെ, അടുത്ത ആള് നോക്കൂ. ആര്യ ബാലകൃഷ്ണൻ. സാർ മറന്നുപോയി സാർ, ഓർമ്മല്ല. ഓക്കെ നോക്ക. അടുത്ത ക്ലാസ്സിലേക്ക് നോക്ക. ഐശ്വര്യ ഓ. അടുത്ത ക്ലാസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? ഓക്കെ. ഹമീദ ഷഫീൻ. ഹമീദ അവിടെ ഇല്ലേ? ഓണാക്കിട്ട് പോയതാണോ? ഹമീദ, എൻ്റെ മോളെ ക്ലാസ്സിൽ ഇതുപോലെയാണ്. മോള് ഓണാക്കിയിട്ട് പോകുന്നത് കണ്ടിട്ട് വീഡിയോ ഓഫ് ആക്കിയിട്ടാൽ മതി, ഒന്നും കാണില്ലല്ലോ. ടീച്ചർ എപ്പോഴും വീഡിയോ ഓൺ ആക്കിയിടാൻ പറയും. നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാലോ. ഹമീദ അവിടെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഫർസാന. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി, ഞാൻ പോന്നിട്ട് പോകും. അതായത് നമ്മളൊരു വെക്ടർ സ്പേസ് തന്നിട്ടുണ്ട്. R3 ഓവർ R ഫീൽഡ് R ആണ്. ഒരു ബേസിസ് തന്നിട്ടുണ്ട് ഇവിടെ ബീറ്റ. ആൽഫ എന്ന വെക്ടർ തന്നിട്ടുണ്ട്. ഇതിന്റെ കോർഡിനേറ്റ് മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കാണണം ആൽഫന്റെ. കഴിഞ്ഞ ക്ലാസ് എടുത്താ കാലത് ആണോ? അറിയില്ല, ഞാന് കുറച്ച് ദിവസമായിട്ട് സുഖല്ലേ, അപ്പൊ വല്ലാതെ നോക്കുന്നു. ഓക്കെ, അടുത്ത ആള് പറയൂ. ഹനീന പോയോ? ലെഫ്റ്റ് അടിച്ച് പോയോ? ഹനീന പോയി. ഓക്കെ, ജിൻഷ. സാറേ, ഞാനും വായിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, നിതിൻ എന്ന് പറഞ്ഞ ആളെ പേരെന്തായിരുന്നു? നിതിൻ പി എന്നിട്ട ആളെ പേരെന്തായിരുന്നു? അല്ല, പേരെന്തായിരുന്നു? നിഖില. ഓക്കെ. നിഖില അല്ലേ? നിഖില നോക്കിയോ? ഞാൻ അന്ന് നോക്കിയിരുന്നു, പക്ഷെ പിന്നെ എക്സാം ഒക്കെ ആയിരുന്നു, അപ്പൊ പിന്നെ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അടുത്ത ആരാ? നിഖിത പറയൂ. സാർ, ഞാനും നോക്കിയിട്ടില്ല. ഓക്കെ, ആരും നോക്കിയിട്ടില്ല. ശിശിര, സ്നേഹ. ഉസ്ന വന്നു, ഇടക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട്. ശിശിര ഉണ്ടോ അവിടെ? സാർ, എനിക്ക് റേഞ്ചിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് കാണുന്നില്ല സ്ക്രീൻ കാണുന്നില്ലേ? ഒട്ടും കാണുന്നില്ല. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം, ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്.
ഓക്കെ ഓക്കെ. അപ്പൊ സ്നേഹ പറഞ്ഞതല്ലേ? ശിശിരല്ലല്ലോ പറഞ്ഞത്. ശിശിര അവിടെ അല്ലേ? അല്ല, സ്നേഹയാ പറഞ്ഞത്. ആ സ്നേഹ പറഞ്ഞത്. ശിശിര അവിടെ ഉണ്ട്. ഹലോ പറയൂ. സ്നേഹ സർ മ്യൂട്ട് ഞാൻ ആയി. ഹലോ പറഞ്ഞോളൂ. നോക്കിണ്ടാ? ഇല്ല സർ, ഞാൻ നോക്കിയിട്ടില്ല. ആരും നോക്കിയില്ല അല്ലേ? നല്ല കുട്ടികള്. എത്ര പേരുണ്ട് ഇപ്പൊ ക്ലാസ്സിൽ? ശരിക്കും വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് ഞാൻ ചോദിച്ച കാര്യം. നിങ്ങൾ ആ ക്ലാസ് കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അത് പറയാൻ പറ്റേണ്ടതാണ്. ഇത്ര സിമ്പിൾ ആയിട്ടൊരു കാര്യം. ഇപ്പൊ ചോദിച്ചത് എന്താ വെച്ചാല്, ഈ ഒരു ആൽഫ എന്നൊരു മെട്രിക്സ്, സോറി ഒരു വെക്ടർ എടുത്തു നമ്മൾ. ഈ വെക്ടറിന്റെ കോർഡിനേറ്റ് മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്താണ് ചോദ്യം. അതൊന്നുമില്ല, അത് ജസ്റ്റ് ഈ വെക്ടറിന് നമ്മൾ 1 3 4 എന്ന വെക്ടറിന് നമ്മൾ ഒരു c1 ടൈംസ് ഫസ്റ്റ് വെക്ടർ പ്ലസ് c2 ടൈംസ് സെക്കൻഡ് വെക്ടർ പ്ലസ് c3 ടൈംസ് തേർഡ് വെക്ടർ എന്ന് എഴുതുക. എന്നിട്ട് ഈ കിട്ടുന്ന c1 c2 c3 അതിന്റെ ഒരു കോളം മെട്രിക്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ അതാണ് അതിന്റെ എന്താ പറയുക, കോർഡിനേറ്റ് മെട്രിക്സ്. ഇതാണ് ശരിക്കും കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. അപ്പൊ ഈ കേസിൽ പറയുകയാണെങ്കിൽ c1 എന്താ വരിക? ഈ കേസ് c1 എന്താ വരിക? നികിത പറയൂ, c1 എന്താ വരിക? c1 c1 1 വരും. c2 c2 c3 C2 3. c2 3 ആണോ വരിക? ഒരു മിനിറ്റ് നോക്കട്ടെ. C2 C1 1 C2 0. 0 ആണോ വരിക? ശരിക്കും നോക്കി ഇവിടെ ശരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. c2ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ വരിക? ഓക്കെ, ലാസ്റ്റ് കോർഡിനേറ്റ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. c1 ഇൻറ്റു 0 പ്ലസ് c2 ഇൻറ്റു 1 പ്ലസ് c3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ എന്താ വരിക? c2 4 വരും അല്ലേ? C2 4 ആയിരം. c3 എന്താ വരിക? c3 3 വരും. C3 ആണ്. അപ്പൊ ഇതാണ് ശരിക്ക് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു നമ്മളെ വെക്ടർ ബീറ്റ. ഇതൊരു ഓർഡേർഡ് ബേസിസ് ആണോ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഡർ ബേസിസ് പറഞ്ഞിരുന്നു. ഓർഡേർഡ് ബേസിസ് ആണോ? എന്താണ് ഓർഡേർഡ് ബേസിസ്? പെട്ടെന്ന് പറയും. ഓർഡേർഡ് ബേസിസ് എന്താണ്? ബേസിസിന് സ്പെസിഫിക് ആയിട്ട് ഓർഡർ എടുത്താണ്ട് എഴുതുന്ന ബേസിസ് അല്ലേ? അപ്പൊ ഇത് ഓർഡർ ബേസിസ് ആണോ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന സാധനം? അല്ലല്ലോ, അല്ല. 1 0 0 0 1 0 0 0 1 അല്ലേ ഓർഡർ ബേസിസ്? അതെന്തുകൊണ്ടാ? അത് എന്ന് വെച്ചാല് അല്ലെങ്കിൽ ഇപ്പം C2ന്റെ കേസ് തന്നെ കണ്ടില്ലേ, 4 ആയില്ലേ? അത് ഓർഡർ ബേസിസ് ആവുമ്പോ C2ന്റെ കേസ് കറക്റ്റ് ആയിട്ട് 3 ആവില്ല. കറക്റ്റ് അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ ഇതാ അങ്ങനെ ഒരു 1 2 3 -1 2 3 1 -2 3 ഒരു ബീറ്റ് എടുത്തു. അപ്പൊ ഇത് ഒരിക്കലും ഓർഡർ ബേസിസ് ആവില്ലേ? ഇത് ബേസിസ് ആണോ? ആദ്യം ബേസിസ് ആണ് ചെക്ക് ചെയ്യാൻ എളുപ്പമായി. എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് അതിന്റെ ഈ 3 റോസ് എടുത്തിട്ട് മെട്രിക്സ് ഫോം ആക്കി മാറ്റാം. ഇതിന്റെ റാങ്ക് 3 ആണ് നോക്കിയാൽ. 3 എന്ന നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ആണല്ലോ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ റാങ്ക് 3 ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ലീനിയർലി ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇപ്പം എന്താ പറയാ, ഇതിവിടെ എന്താ -2 അല്ലെ? ഇത് -2 ആണ്. ഓക്കെ,
അപ്പൊ ഇത് ബേസിസ് ആണോ? റാങ്ക് 3 അങ്ങനെ ചെക്ക് ചെയ്യുക. സിമ്പിൾ ആയിട്ട് 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഡിറ്റർമിനന്റ് കാണുക, അത് നോൺ സീറോ ആണെങ്കിൽ റാങ്ക് 3 ആയിരിക്കും. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ വരിക? അല്ലെങ്കിൽ ഇത് ലിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണോ? അത് മാത്രം പറഞ്ഞാൽ മതി. R3 ഏത് 3 ലിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും 3 വെക്ടേഴ്സ് എടുക്കുക, അത് ലിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ അത് ഓബിയസ്ലി ഒരു ബേസ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു n-ഡയമെൻഷണൽ സ്പേസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് n ലിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് എടുത്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബേസ് ആയിക്കോളും. അപ്പം ഇവിടെ ഇപ്പം ഇത് ലിയർലി ഇൻഡിപെൻഡന്റ് ഒരു ബേസിസ് ആണോ എന്നാ ചോദ്യം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് ചെക്ക് ചെയ്താൽ മതി. എന്താ പറയുക, ഡിറ്റർമിനന്റ് 0 ആണ് ചെക്ക് ചെയ്യുക ഈ കേസിൽ. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. ആണോ നോക്കിയേ, ഡിറ്റർമിനന്റ് കണ്ടേ, ഡിറ്റർമിനന്റ് കണ്ടിട്ട് എന്താ വരുന്നത് നോക്കിയേ. നിങ്ങളെല്ലാവരും വെറുതെ ഇരിക്കുക അല്ലേ? ഞാനിവിടെ എങ്ങനെ എഴുതുക അല്ലേ? നിങ്ങളുടെ കയ്യിലൊക്കെ ബുക്കും പെന്നൊക്കെ ഉണ്ടോ? ആ ഉണ്ട് സാർ, ഉണ്ട്. ഉണ്ട്. എല്ലാവരുടെ കയ്യിലുണ്ടോ? എല്ലാരും ഞാൻ എന്റെ മോളെ ടീച്ചർ ചെയ്യണമെന്ന് ചെയ്യണോ? വേണ്ട സാർ, വേണ്ട. പറയും. അവള് ചെറിയ ക്ലാസ്സിനായിക്കൊണ്ട് അവള് പറഞ്ഞാൽ ഇരിക്കില്ല കുട്ടികൾ. അപ്പം ടീച്ചർ എപ്പോഴും ഓണാക്കിയിട്ട് ഇങ്ങനെ പറയും, എങ്ങോട്ടാ പോണേ, അടിക്കും അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ എന്താ ആൻസർ പറയും? 24 അല്ലേ? എനിക്കറിയില്ല. എല്ലാവർക്കും 24 ആണ് കിട്ടുന്നത്. വേറെ ആരും ചെയ്തില്ലേ? 24 ആണ്. 24 ആ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 24 ആണെങ്കിൽ നോൺ സീറോ ആയില്ലേ? നോൺ സീറോ ഡിറ്റർമിനന്റ് ആയി അല്ലേ? അപ്പൊ അത് ലിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ ഈ സെറ്റ്, ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സെറ്റ്, ഇപ്പൊ ഞാൻ ബീറ്റ ഡാഷ് എടുത്താൽ ഈ സെറ്റ് ലിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അപ്പൊ അത് 3 വെക്ടേഴ്സ് നമുക്ക് R3 എടുത്തിരിക്കുന്നത് നമ്മൾ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഒരു ബേസിസ് ആവും. അപ്പൊ ഇതിപ്പോ ബേസിസ് ആണ്. അപ്പൊ ഇത് ചോദ്യം ഒന്നും അറിയില്ല, ചോദ്യം ഓർഡേർഡ് ബേസിസ് ആണെന്നാ ചോദ്യം. അപ്പൊ ഇത് ഓർഡേർഡ് ബേസിസ് ആവുമോ? ശരിക്കും ഓർഡേർഡ് ബേസിസ് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ബേസിസ് എടുത്തിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്, ഇതാണ് എൻ്റെ α1, ഇതാണ് എൻ്റെ ഫസ്റ്റ് വെക്ടർ, ഇതെൻ്റെ സെക്കൻഡ് വെക്ടർ, ഇതെൻ്റെ തേർഡ് വെക്ടർ. അങ്ങനെ ഒരു ഓർഡറിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ഇവിടെ ഓർഡറിങ് കൊടുത്തല്ലോ, 1 2 ഇൻഡെക്സിങ് ഉണ്ടല്ലോ, അതിൻ്റെ ഓർഡറിങ്, ആ ഓർഡർ നമുക്ക് പറയാം. ആദ്യത്തെ എലിമെന്റ് ഏതാ? α1 ആണ്. രണ്ടാമത്തെ എലിമെന്റ് ഏതാ? α2 ആണ്. ലാസ്റ്റ് എലിമെന്റ് ഏതാ? α3 ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു α1 α2 α3 വെച്ച് ഞാൻ ഒരു ഇത് പറയുകയാണെങ്കിൽ ഓർഡർ ബേസിസ് ആയി. α1 ഞാൻ 1 0 0 എടുത്തു, α2 എടുത്തിട്ട് 0 0 1 എടുക്കുക, α3 0 1 0 എടുക്കുക, എന്നിട്ട് ഡിഫൈൻ സെറ്റ് ബീറ്റ ടു ബി α1 α2 α3. Now I can say this is actually a ordered basis. അപ്പൊ ഇത് ശരിക്കും ഓർഡർ ബേസിസ് ആക്കാം നമുക്ക്. ഇത് അതുപോലെ α1 α2 α3 കൊടുത്താൽ അപ്പൊ ബേസിസ് ആയി, ഓർഡർ ബേസിസ് ആയി. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും എന്തിനാ നമ്മൾ ഈ ഓർഡർ ബേസ് എടുക്കുന്നത് വെച്ചാൽ, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് നമ്മൾ ഓർഡർ ബേസ് ഇവിടെ ഈ ഓർഡറിങ് ഫിക്സ് ചെയ്യാൻ കാരണം എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്തല്ലോ, C1 ടൈംസ് ഈ ഫസ്റ്റ് വെക്ടർ ഇവിടെ ആദ്യം ഇവിടെ എഴുതി. എനിക്ക് മറ്റേ ഈ വെക്ടർ എഴുതി കൊടുക്കുന്നത് 0 1 0 ഇതായിരുന്നല്ലോ, ഞാൻ എഴുതിയില്ലല്ലോ. ഞാൻ ഈ ഫസ്റ്റ് വെക്ടറിൽ എഴുതി അവിടെ അല്ലേ? α1 അല്ലേ ഇവിടെ എഴുതിയ? ഈ α1 ഞാൻ ആദ്യം ഇവിടെ എഴുതി അല്ലേ? എന്തുകൊണ്ട് ഞാൻ α2 എടുത്തുകൂടെ ആദ്യം എഴുതിയില്ല അല്ലേ? ഇനി പറയൂ, എന്തുകൊണ്ടാണ് നമ്മൾ ഓർഡർ ബേസ് എടുക്കുന്നത്? എന്തായിരിക്കും? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഓർഡർ തന്നെ കീപ്പ് ചെയ്യേണ്ടത്. അതേ ഓർഡർ ഫസ്റ്റ് എലിമെന്റിന് ഫസ്റ്റ് വരണം. അങ്ങനെ ഇപ്പൊ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വരുന്ന ചോദ്യം. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. കീപ്പ് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന വെക്ടർ മാറൂലേ? ഏത് വെക്ടർ? നമ്മളിപ്പോ ആൽഫ ചൂസ് ചെയ്ത് 1 3 4 ആണ്. അപ്പോ ഓർഡർ മാറ്റുകയാണെങ്കിൽ നമുക്ക് 1 3 4 എന്നുള്ള ഓർഡർ മാറ്റുകയാണെങ്കിൽ ഏതാ മാറുന്നത് പറയും. C1 C2 അതിന് കിട്ടുന്ന കോർഡിനേറ്റ്, അതെ, C1 കിട്ടുന്ന C1 C2 C3 അങ്ങനെ കോർഡിനേറ്റ് വെക്ടർ മാറും അല്ലേ? ഇപ്പൊ ഞാൻ മാറ്റി കൊടുത്താൽ അത് മാറുമല്ലോ. അപ്പൊ ഒരേ വെക്ടറിന് ഒരേ വെക്ടർ സ്പേസിൽ ഒന്ന് കൂടുതൽ കോർഡിനേറ്റ്സ് വരും. അങ്ങനെയല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. കോർഡിനേറ്റ്സ് പറഞ്ഞാൽ ഒരു യുണീക്ക്
റെപ്രസെന്റേഷൻ ആണ്. ഒരു പർട്ടിക്കുലർ ഒരു വെക്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഒരു പർട്ടിക്കുലർ വെക്ടർ സ്പേസിൽ. നമ്മൾ ആദ്യം ബേസിസ് ഫിക്സ് ചെയ്യും. ഒരു ഓർഡർ ബേസിസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് മാറ്റി മാറ്റി എഴുതാൻ പറ്റില്ല. ഈ വെക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ പറ്റില്ല. ഫസ്റ്റ് പൊസിഷനിൽ α1 തന്നെ വരണം, സെക്കൻഡ് പൊസിഷനിൽ α2 തന്നെ വരണം, ഇവിടെ α3 തന്നെ വരണം. അപ്പൊ ഈ പൊസിഷൻസ് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഈ വെക്ടേഴ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഏത് വെക്ടർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റ് മെട്രിക്സ് കിട്ടും ഇതുപോലെ. അപ്പൊ ഒരു വെക്ടർ അത് ഞാൻ നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റ് മെട്രിക്സ് തന്നു. ഇപ്പോൾ ഒരു ഞാൻ പറയാം എക്സാമ്പിൾ കാണിച്ചുതരാം. ഞാൻ ഒരു കോർഡിനേറ്റ് വെക്ടർ നമ്മളിത് ഫിക്സ് ചെയ്തു കേട്ടോ, നമ്മൾ ബീറ്റ അത് ഫിക്സ് ചെയ്തു. ഞാൻ ഇപ്പം 20 - 3 8 എന്ന് പറഞ്ഞു ഒരു കോർഡിനേറ്റ് വെക്ടർ തന്നു. ഇത് ഏതോ ഒരു വെക്ടർ, ഏതോ ഒരു ഗാമ എന്ന വെക്ടറുടെ ഈ ബേസിസിന്റെ ഉള്ള ഒരു കോർഡിനേറ്റ് വെക്ടർ ആണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, ഞാൻ ടെൽ മീ ദ വെക്ടർ, ഏത് വെക്ടറിലാണ് ഈ കോർഡിനേറ്റ് വെക്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാം? ഗാമ എന്ന വെക്ടർ എനിക്ക് അറിയണം, ഏതാ ഗാമ എന്ന്. ഇവിടെ ആൽഫ ഈ വെക്ടർ ആയിരുന്നു, 1 3 4 ആയിരുന്നു. ഞാൻ പറയാണ് ഗാമയുടെ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ഗാമ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഇസ് 20 - 3 8. അങ്ങനെ ആണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് എ വെക്ടർ ഗാമ? എന്താണ് ഗാമ? എന്താ ഗാമ? ഞാൻ നേരിട്ട് ക്ലാസ് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റിയിരുന്നു, നിങ്ങൾ എങ്ങനെ എഴുതുന്നതെന്നൊക്കെ. ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എഴുതുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ വെക്ടർ ഗാമ? അതായത് പറയൂ, ആരാ അൺമ്യൂട്ട് ചെയ്തല്ലോ? ഇല്ല, എങ്ങനെയാ കാണുക? അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ വെക്ടർ കോർഡിനേറ്റ് വെക്ടർ 20 - 3 8 ആണെന്ന്. അതായത് C1 20 ആണ്, C2 - 3 ആണ്, C3 8 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ C1 എന്ത് കൊടുക്കണം? ഇവിടെ C1 നിങ്ങൾ 20 കൊടുക്കുക. പിന്നെ ഇവിടെ C2 C3 എന്ത് കൊടുക്കണം? C2 നമുക്കറിയാം, C2 -3 എന്നറിയാം, -3 കൊടുക്കുക. C3ക്ക് 8 കൊടുക്കുക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ വെക്ടർ കിട്ടുമല്ലോ നമുക്ക്. വെക്ടർ ഏതാ കിട്ടുക നോക്കാം നമുക്ക്. ഏതാ വെക്ടർ കിട്ടുക? ഫസ്റ്റ് കോർഡിനേറ്റ് 20 വരും അല്ലേ, സെക്കൻഡ് കോർഡിനേറ്റ് 8 വരും, തേർഡ് കോർഡിനേറ്റ് ഏതാ വരുന്നത്? -3 വരും. അതല്ലേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആ ഗാമ. അപ്പൊ എനിക്ക് തിരിച്ച് കാണാൻ പറ്റി അല്ലേ? എന്തുകൊണ്ട് കാണാൻ പറ്റി? നമ്മളെ ഈ ബേസിസ് ഒരു ഫിക്സഡ് ബേസ് അതിനെ കൊണ്ട്, പിന്നെ ഒരു ഓർഡേഡ് ബേസ് അതിനെ കൊണ്ട്. ഇപ്പൊ എനിക്ക് അറിയില്ല, ഇപ്പൊ സപ്പോസ് എനിക്ക് അറിയില്ല ഇവിടെ ഏത് വെക്ടർ α1 ഏത് വെക്ടർ α2 പറയുമ്പോൾ എനിക്കറിയില്ല. കാരണം ഇപ്പം ജിനിഷ കാണുമ്പോൾ ഒരു ആൻസർ കിട്ടും, മറ്റേ ആള് ഇപ്പം ഹുസ്നെ എടുത്ത് ചെയ്യുമ്പോൾ ഹുസ്ന അത് മാറ്റി ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഓർഡറിങ് ഏതെങ്കിലും വെക്ടർ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, അവർക്ക് വേറെ ആൻസർ കിട്ടും. അപ്പൊ അത് വെൽ ഡിഫൈൻഡ് ആവില്ലല്ലോ, ഈ സംഭവം വെൽ ഡിഫൈൻഡ് ആവില്ല. നമ്മൾ ഈ സ്റ്റഡി ബിൽഡപ്പ് ചെയ്യാൻ പോണത് ഈ കോർഡിനേറ്റ്സിന്റെ മുകളിലാണ്. അപ്പൊ അത് വെൽ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് പറയണം. അതായത് ഒരു വെക്ടർ എടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ ഇതേ പാടുള്ളൂ അല്ലേ? രണ്ട് കോർഡിനേറ്റ് വെക്ടേഴ്സും സെയിം ആണെങ്കിൽ, ഒരു ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ ഒരു വെക്ടർ കിട്ടി, ബീറ്റേന്റെ ഒരു വെക്ടറും കിട്ടി. അപ്പൊ ഇത് രണ്ടും സെയിം ആണെന്ന് മീനിങ് എന്താ? ആൽഫയും ബീറ്റയും സെയിം ആയിരിക്കണം എന്നാണ്. അല്ലെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആവില്ല അവിടെ കേസ് അല്ലേ? അപ്പം ഇവിടെ ശരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കോർഡിനേറ്റ് മെട്രിക്സ് എങ്ങനെയാണ്? കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് പെർട്ടിക്കുലർ വെക്ടർ കറസ്പോണ്ടിങ് ടു എ ബേസിസ്. ഓക്കെ, അതായത് നിങ്ങൾ ആദ്യം ബേസിസ് ഫിക്സ് ചെയ്യുക, അല്ല ഓർഡർ ബേസ് എടുക്കുക. ബേസ് മാത്രം ഫിക്സ് ചെയ്യാനല്ല, ഒരു ഓർഡേർഡ് ബേസ് എടുക്കണം നമ്മൾ. എന്നിട്ട് ഇപ്പം 1 0 0 2 3 4 2 3 2 3 വേണ്ട, 5 - 8 1. അപ്പം ഇതൊരു ബേസിസ് ആണ് അല്ലേ? പെട്ടെന്ന് പറയാൻ മതി, കാരണം ഇത് വെച്ചൊരു മെട്രിക്സ് ഒന്ന് ഫോം ചെയ്താൽ മതി, ഒറ്റ ടൈമേ കാണാനുണ്ടാവുള്ളൂ അല്ലേ? നിങ്ങൾ 1 0 0 2 3 4 5 - 8 1 എടുത്താൽ 1 ഇൻറ്റു ഇങ്ങനെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി, അത്രേ കാണാനുണ്ടാവുള്ളൂ. അപ്പൊ എന്താ വരിക? എന്തായാലും നോൺ സീറോ ആണ്. നോൺ സീറോ അതിനെ കൊണ്ട് ഇത് ബേസിസ് ആവും. ഓക്കെ, 3 വെക്ടേഴ്സ് അതിനെ കൊണ്ടാണ്, അത് R3 എടുക്കുന്ന R3 3 വെക്ടേഴ്സ് എടുത്തതിനെ കൊണ്ടാണ് അത് ബേസ് ആയി മാറുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇതിന് α1 ഇതിന് α2 ഇതിന് α3 എടുത്താൽ ഇത് ഒരു ബേസ് ആയി.
പക്ഷെ നമ്മൾ ഈ റെപ്രസെന്റേഷൻ എഴുതുമ്പോൾ ഇപ്പോൾ 1 3 4 വെക്ടറിന്റെ കോർഡിനേറ്റ് വെക്ടർ കാണണമെങ്കിൽ നിങ്ങൾ C1 ടൈംസ് ആൽഫ എന്ന് പറയുമ്പോൾ ഈ വെക്ടർ തന്നെ എഴുതണം. 2 3 4 ആദ്യം എഴുതണം അവിടെ. പ്ലസ് C2 ടൈംസ് സെക്കൻഡ് വെക്ടർ തന്നെ 1 0 0 എഴുതണം. തേർഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ 5 -8 1 എഴുതണം. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഈ ഓർഡറിങ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഓരോ കേസിലും ഡിഫറെന്റ് ആൻസേഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. C1 C2 C3 ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് കോർഡിനേറ്റ് വെക്ടേഴ്സ് വരും. അത് പാടില്ല. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഈ റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ, പ്രൂഫ് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ബി ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ ഫീൽഡ് എഫ് ആണ്. ബീറ്റയും ബീറ്റ ഡാഷും നമ്മൾ രണ്ട് ഓർഡർ ബേസ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ there exists a unique necessarily invertible n/n matrix with entries in F such that coordinate vector of alpha coordinate matrix of alpha with respect to beta is be equal to p into the p എന്ന matrix into coordinate vector of alpha with respect to beta dash ആയിരിക്കും. അതുപോലെ coordinate vector of alpha with respect to beta dash എന്ന് പറഞ്ഞ സാധനം p inverse into coordinate vector of alpha with respect to beta ആയിരിക്കുന്നതാണ്. for every vector alpha in. ഇതാണ് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ഈ ഒരു പി മെട്രിക്സ് എനിക്ക് നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസ് മെട്രിക്സ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും ഇത് രണ്ട് ബേസിസിലാണ് നമ്മൾ ഡിസ്കസ്. ഒരു വെക്ടർ സ്പേസ് ഒന്നുകൂടുതൽ ബേസിസ് ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് ബേസിസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇത് വെൽ ഡിഫൈൻഡ് ആവണം. നമ്മൾ ഓൾ ബേസ് ആക്കി എടുക്കണം, എന്നാലും നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഓൾ ബേസ് ആക്കി എടുക്കുന്നത്. ഇപ്പം ഇത് എങ്ങനെ കാണുക വെച്ചാൽ, ഇപ്പം ഈ പി എങ്ങനെയാ കാണുക വെച്ചാൽ, നമ്മളത് പ്രൂഫിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, സെക്കൻഡ് ബീറ്റ ഡാഷിലുള്ള എലിമെന്റ്സ് എടുക്കുക, അതിന് ആൽഫേന്റെ ടേംസ് ബീറ്റ ടേംസിലെ എലിമെന്റ്സിന്റെ ടേംസിൽ എടുക്കുക. കണ്ടില്ലേ? അതായത് ആൽഫ ജെ ഡാഷ് നമ്മൾ എടുക്കുന്നത് ബീറ്റ ഡാഷിലെ എലിമെന്റ്സ് ആണ്. ഓക്കെ, ബീറ്റ ഡാഷിലുള്ള ആൽഫ 1 ഡാഷ് ആൽഫ 2 ഡാഷ് എക്സെട്ര ആൽഫ n ഡാഷ് ആക്കി നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ സെക്കൻഡ് ബേസിസിലുള്ള എല്ലാ വെക്ടേഴ്സും, ഇപ്പോൾ J1 ആണെങ്കിൽ ആൽഫ 1 ഡാഷ്, അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആൽഫ ഐസിന് ടേംസിൽ എഴുതുക. ആൽഫ ഐ എന്താ നമ്മൾ ആദ്യത്തെ ബേസിസ്, അതിന് ടേംസിൽ എഴുതുക ചെയ്യുക. എന്നിട്ട് അതിന്റെ കോഎഫിഷ്യൻസ് കിട്ടുന്ന ആ എൻട്രീസ് ആണ് പി ഏജസ് ആയിട്ട് വരുന്നത്. പക്ഷെ ആ കിട്ടുന്ന ആ എൻട്രീസിന്റെ അത് നിങ്ങൾ ആ ക്ലാസ് കേട്ടാൽ ശരിക്കും ആ സെയിം മെട്രിക്സ് അല്ല നമ്മൾ എഴുതുന്നത്, അതിന് ട്രാൻസ്പോസ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കണ്ടില്ലേ, അതായത് പ്രൂഫിലുള്ളതാണ്, അത് നിങ്ങൾ നോക്കുക. ഇതിങ്ങനെയാണ് വരുന്നത്. ആൽഫ 1 ഡാഷ് എന്താ വരിക അവിടെ? ആൽഫ 1 ഡാഷ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓപ്പൺ ആയ എന്താ വരിക? ഇത് ഐ ആണ്. P1 ജെ നമ്മൾ ഫിക്സ് ചെയ്തു ആദ്യം, അപ്പോഴാണ് ഇത് ആൽഫ 1 ഡാഷ് ആയത്. ഈ ജെക്ക് വരെ 1 കൊടുത്തു. P1 1 ആൽഫ 1 പ്ലസ് P21 ആൽഫ 2 എക്സെട്ര പ്ലസ് Pn 1 ആൽഫ n. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം, നമ്മൾ പി എന്ന മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ n/n മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ആൽഫ 1 ഡാഷിനെ ഈ ആൽഫാസിന്റെ ടേംസിൽ എഴുതുക നമ്മൾ വിത്ത് സം സ്കേലാസ്. നമ്മൾ ഈ കോമ്പിനേഷൻ എഴുതുകയാണ്. അപ്പോൾ ഈ സ്കേലാസ് എടുത്ത് നമ്മൾ കൊടുക്കേണ്ട എവിടെയാണ്? ഇത് P1 എന്ന് പറഞ്ഞ എൻട്രി, ഇവിടുത്തെ എൻട്രി ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. P21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അതായത് നമുക്ക് കിട്ടുന്ന ശരിക്കും ഈ ഒരു പെർട്ടിക്കുലർ കോളമാണ്, ഫസ്റ്റ് കോളമാണ് കിട്ടുന്നത് ഇവിടുത്തെ കോഎഫിഷ്യൻസ് പറയുമ്പോൾ. ഓക്കെ, മനസ്സിലായോ? ഇനി നിങ്ങൾ ആൽഫ 2 ഡാഷ് എടുക്കുമ്പോൾ അത് ശരിക്കും എന്താ വരിക? നിങ്ങൾ ആൽഫ 2 ഡാഷ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ 2 ആയി മാറും, അത്രേ ഉള്ളൂ. ഈ ജെ 2 ആയി മാറും, എക്സെട്ര 2. അപ്പോൾ നമുക്ക് വേറെ സെറ്റ് ഓഫ് കോഎഫിഷ്യൻസ് കിട്ടും, P12 P22 Pn2 എന്നിട്ട് ഇതെന്താ വരിക? സെക്കൻഡ് കോളത്തിലെ എലിമെന്റ്സ് അല്ലേ ഇതൊക്കെ, നമുക്ക് സെക്കൻഡ് കോളം കിട്ടും. അങ്ങനത്തെ മെട്രിക്സ് ആണ് പി. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്കിപ്പം രണ്ട് ബേസിസ് നമ്മുടെ കയ്യിലുണ്ട്, ബീറ്റയും ബീറ്റ ഡാഷും നമ്മുടെ കയ്യിലുണ്ട് വിചാരിക്കാം. അപ്പം ബീറ്റയും ബീറ്റ ഡാഷും നമ്മുടെ കയ്യിലുണ്ട് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആൽഫേന്റെ കോർഡിനേറ്റ് മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് അറിയാമെന്ന് വിചാരിക്കാം. ഓക്കെ, ബീറ്റ ഡാഷിൽ ബേസിസ് ആണ്, അതിൽ ഒരു ആൽഫ വെക്ടർ നമ്മൾ എടുക്കുകയാണ് വെക്ടർ സ്പേസിൽ നിന്ന്. അതിന്റെ ഒരു കോർഡിനേറ്റ് മെട്രിക്സ് നമ്മൾ കണ്ടു. സപ്പോസ് നമുക്ക് അത് കിട്ടി. ഇപ്പൊ നമുക്ക് ഈ പി മെട്രിക്സ് അറിയാമെങ്കിൽ
ഈ പി മെട്രിക്സ് എന്നാൽ ബീറ്റ ഡാഷ് എലിമെന്റ്സ് നമ്മൾ ബീറ്റ എലിമെന്റ്സിലാക്കി എഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ്. പി മെട്രിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതേ വെക്ടർ, ഈ സെയിം വെക്ടർ ആൽഫേന്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്താണ് കോർഡിനേറ്റ് വെക്ടർ എന്ന് പറയാൻ പറ്റും, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് തിരിച്ചതുപോലെ അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും തിരിച്ച് നമ്മൾ എന്താ വെച്ചാൽ ആൽഫ ബി ഡാഷ് നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഇൻവേഴ്സ് ഇൻറ്റു ആൽഫ ബി എന്ന് എഴുതാം. ഇതൊരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ബീറ്റയുടെ ടേംസിലുള്ള കോർഡിനേറ്റ് വെക്ടർ ഓഫ് ആൽഫ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആൽഫേന്റെ ബീറ്റ ഡാഷിന്റെ ടേംസിലുള്ള കോർഡിനേറ്റ് വെക്ടർ കിട്ടും, കോർഡിനേറ്റ് മെട്രിക്സ് കിട്ടും. അതാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഗുണം. ഇത് ശരിക്കും നമ്മൾ ഫർദർ ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ ഈ റിസൾട്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ടും ഇതിനെ കൂട്ടാം, ഈ റിസൾട്ടിന് കൂട്ടാം. അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, എന്താ ഈ എങ്ങനെയാ അത് റിലേഷൻ എങ്ങനെയാണ്. അപ്പോൾ ഈ കേസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള വെക്ടർ സ്പേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 1 3 4 മാറ്റാം. എപ്പോഴും ഞാൻ 1 3 4 എഴുതാറല്ലേ. നമുക്ക് വേറൊരു വെക്ടർ കൊടുക്കാം. ഒരു വെക്ടർ പറയും, ജിനിഷ ഒരു വെക്ടർ പറയും. 2 3 4. 2 3 4. ഓക്കെ, എന്നാലും 3 4 വിടില്ല. ഓക്കെ, മാറ്റാം. വേണ്ട, മതി, ഇതെനിക്ക് എളുപ്പം. ഓക്കെ, അപ്പോൾ 2 3 4 2 3 4 എന്ന വെക്ടറിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ നമ്മൾ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പോകും. അതാരാ പറയാ? ഫമിത വന്നോ? പിന്നെ ഫമിത ചോറുണ്ണാൻ പോയതായിരുന്നോ നേരത്തെ? ഫമിതന്റെ സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഫമിത ഉണ്ടോ എന്ന് സംശയം എന്തെങ്കിലും? ഫമിത ഉണ്ടോ? ഇല്ല, ഫമിത ഇല്ല. ഓക്കെ, യെസ്. സോ കോർഡിനേറ്റ് വെക്ടർ ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്താ വരിക? ഇപ്പൊ ഇതാ നമ്മളെ ഓർഡറിങ്, ഞാൻ ഉദ്ദേശിച്ച ഓർഡറിങ് ഇതാണ്. ഇവിടെ നമുക്ക് എന്താ കൊടുക്കുക? ഗാമ 1, ഗാമ 2, ഗാമ 3 ഉണ്ട്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ആൽഫ, സോറി, വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ എങ്ങനെ കാണാം? ഇറ്റ് ഈസ് സിംപ്ലി സം, എങ്ങനെ കാണാം? അല്ലേ? ആരാ പറഞ്ഞത്? ഫർസാന. യെസ്, 2 3 4 ആണ്, ശരിയാണ്. കാരണം എന്താ, ജസ്റ്റ് ആ സ്റ്റാൻഡേർഡ് ബേസ് ആണ് നമ്മളെ. C1 ടൈംസ് 1 0 0 പ്ലസ് C2 ടൈംസ് 0 1 0 പ്ലസ് C3 ടൈംസ് 0 0 1 എടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുന്നത്? വേറെ ഒന്നുമില്ല, ആൽഫ 1, സോറി, C1 നമുക്ക് 2 എന്നും അതുപോലെ C2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3 എന്നും C3 എന്ന് പറഞ്ഞാൽ 4 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടാം. അപ്പോൾ നമ്മുടെ വെക്ടർ എന്താ? 2 3 4 എന്ന വെക്ടറാണ് നമ്മുടെ ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ, ദ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ഓക്കെ, ഇത് ചിലപ്പോൾ പരീക്ഷയൊക്കെ ചോദിക്കാം, നിങ്ങളുടെ ചേഞ്ച് ഓഫ് ബേസ് മെട്രിക്സ് പി കാണാനൊക്കെ പറയും ചിലപ്പോൾ, ചെറിയ കേസിലേക്ക് തരാം. ഓക്കെ, കാണാറുണ്ട്, ഒരു MSc ക്വസ്റ്റൻസ് ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ, സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. വലുതായിട്ടൊന്നും ഇതിൽ ചെയ്യാനൊന്നുമില്ല, നമുക്ക് കാര്യം എന്താ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. നെറ്റിനൊന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നെറ്റിന് ജാമിനെ കാണാറുണ്ട്, ഈ നമ്മുടെ IIT ജാം ഉണ്ടല്ലോ, നമ്മളെ ഈ MSc എൻട്രൻസ് IITസിലേക്കുള്ള, അതിലൊക്കെ ഈ സംഭവം കാണാറുണ്ട്. ചേഞ്ച് ഓഫ് ബേസ് മെട്രിക്സ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും, 2/2 കേസ് ഒക്കെ ചോദിച്ചത്. ഓക്കെ, അപ്പം നമ്മളിത് കണ്ടു. ഇനി വാട്ട് ഈസ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ്? ബീറ്റ ഡാഷ് ഇതാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം, C1 ടൈംസ് 1 1 1 പ്ലസ് C2 ടൈംസ് 1 1 0 പ്ലസ് C3 ടൈംസ് 1 0 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ C1 പ്ലസ് C2 പ്ലസ് C3 എന്താണ്? സോറി, ഇത് നമ്മൾ ഇവിടെ ഒരു ഈക്വൽ ടു ഒന്നും ഇല്ല കേട്ടോ, ഇത് ആൽഫയാണ്. നമ്മൾ ആൽഫ ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം ഇത് രണ്ടും ഈ ഭാഗത്തുള്ളത്. ആൽഫ 2 3 4 ആണ്. അപ്പോൾ എന്താ വരിക? C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് പറഞ്ഞാൽ 2 വരും. നിങ്ങൾ നേരിട്ട് ആൻസർ പറയാൻ പറ്റുമോ? എന്താ വരിക? അവസാനത്തെ കോർഡിനേറ്റ് നോക്കിയാൽ അവസാനത്തെ 4 മൈനസ് 1 മൈനസ് 4 ആദ്യം വരും. ആദ്യത്തെ 4 വരും. പിന്നെ മൈനസ് 1, രണ്ടാമത് മൈനസ് 1 ആകില്ല.
4ഉം -1ഉം ഇത് നമുക്ക് 2 കിട്ടി. C1 പ്ലസ് നിങ്ങൾ സംശയം കളിച്ചപ്പോൾ ഞാൻ ചെയ്തു നോക്കേണ്ടി വരും. 3 കിട്ടി. ഇനി C1 എന്ന് പറഞ്ഞാൽ 4 കിട്ടി. അപ്പോൾ C1 4 ആയപ്പോൾ 4 ഓക്കെ. അപ്പോൾ C2 പറഞ്ഞാൽ 3 - 4 -1 ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ട? ഇനി C3 വേണം. C3 പറഞ്ഞാൽ 2 - C1 - C2. അപ്പൊ എന്താ വരിക? 2 - 4 മൈനസ് ഓഫ് മൈനസ് എന്താ വരിക? 2 - 4 + 1 എത്രയാ? എത്ര? -1. -1. ഇത് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് അല്ലേ? അത് രണ്ടും നമുക്ക് കിട്ടി. അതായത് ഇതേ വെക്ടർ, ഒരേ വെക്ടറിന്റെ രണ്ട് ബേസിസിലെ കോർഡിനേറ്റ് മെട്രിക്സ് ഉണ്ടല്ലോ നിങ്ങൾ. സോറി, കോർഡിനേറ്റ് മെട്രിക്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് നിങ്ങൾ നമുക്ക് രണ്ട് സാധനം കിട്ടി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻ എന്തായിരുന്നു? നമുക്ക് ആ പി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് മായ്ക്കുക. നമുക്ക് ആ പി മെട്രിക്സ്, ഒരു പി മെട്രിക്സ് ഉണ്ടല്ലോ, ഈ കേസിൽ പി മെട്രിക്സ് എന്താ ഓർഡർ വരിക? 3/3 വരിക. ഓക്കെ, അവിടെ അവിടെ നമ്മൾ n വെക്ടേഴ്സ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആ കേസിൽ. നമ്മൾ തിയറം പറഞ്ഞപ്പോൾ ഇവിടെ 3 വെക്ടേഴ്സ് എടുക്കുന്നത്. അപ്പോൾ 3/3 കേസാണ് വരിക. അവിടെ n/n കേസ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പി മെട്രിക്സ് കാണണമെങ്കിൽ നമ്മൾ ബീറ്റ ഡാഷ് എലിമെന്റ്സ് എടുക്കുക. ഫസ്റ്റ് വൺ ഗാമ 1 എടുക്കുക. 1 1 1. എന്നിട്ട് അതിന് നമ്മൾ try to express in terms of these 3 vectors in the same order. So P11 into 100 plus P21, ശ്രദ്ധിക്കണം, അത് മാറിയപ്പോൾ ഇത് 1 2 അല്ല 2 1 ആണ്. ആ കോളം എലിമെന്റ്സ് നമുക്ക് ആദ്യം ഇവിടെ കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടും. 0 1 0 പ്ലസ് P31 into 0 0 1 ആയിരിക്കും ഗാമ 1. ഗാമ 2 എന്ന വെക്ടർ 1 1 0 ആണ്. അത് P12 into 100 plus P22 into 010 plus P32 into 001 ആയിരിക്കും. അതുപോലെ ഗാമ 3 എന്ന മെട്രിക്സ് എന്ന വെക്ടർ 100 ആണ്. അത് P13 into 100 plus P23 into 010 plus P33 into 001 ആണ്. ഇനി നമ്മളെ വർക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ PIGs എല്ലാം കാണണം. ഇതിന്റെ പി മെട്രിക്സ് എഴുതാം, അത്രയേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാ വരിക? മെട്രിക്സ് പി മെട്രിക്സ് എന്താ വരിക നോക്കിയേ. ബോർഡായിരുന്നു, എനിക്ക് എല്ലാം ഒരു പെർട്ടിക്കുലർ ബോർഡ് തന്നെ എഴുതി ഒപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് ചെറുതാക്കി എഴുതി എനിക്കൊന്നും കാണൂല. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തെല്ലാം കൊള്ളിക പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഓരോ പേജ് മറച്ച് പോകുമ്പോൾ നമ്മളെ ശ്രദ്ധ പോകും. അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം. എനിക്ക് നിങ്ങളെ കോളേജിലേക്ക് വരാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പം അങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇത് ശരിക്കും ഒരു സിമ്പിൾ ആയിട്ടൊരു കേസാണ് അല്ലേ? എന്താ വരിക? പെട്ടെന്ന് പറയും. P11 എന്താ വരിക? 1. P21 1. P31 1. ഓക്കെ. ഈ മറ്റേതൊക്കെ എന്താ വരിക? 1 1 0 1 1 0 1 0 1 1 0. ഓക്കെ. 1 0 0 1 0 0 0 0. ഇതിങ്ങനെ ആ സെയിം വെക്ടേഴ്സിൽ ഈ ഗാമ എന്ന വെക്ടേഴ്സ് തന്നെ അവിടെ വന്നത് അല്ലേ? കോളമായിട്ട് ശരിയല്ലേ? ഗാമ 1 ഗാമ 2 ഗാമ 3 തന്നെ വന്നത്. കാരണം എന്തുകൊണ്ടാ അറിയോ? നമ്മളിവിടെ എടുത്ത ബീറ്റ സ്റ്റാൻഡേർഡ് ബേസ് അതിനെ കൊണ്ടാണ്. ഇത് നിങ്ങൾ കുറച്ചൊന്ന് മാറ്റി കൊടുത്താൽ അത് ഒരു എന്താ പറയുക, ഒരുപാട് ഡിഫറെന്റ് വാല്യൂസ് വരും. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് ഇവിടെ ബീറ്റ വരുന്നതെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നേരിട്ട് ഈ എന്താണോ വെക്ടർ തന്നിരിക്കുന്നത് ആ വെക്ടർ കോളാക്കി എഴുതുക. ഇതെടുത്ത് അടുത്ത കോൾ എഴുതുക, ഇതെടുക്കുക അടുത്ത കോൾ എഴുതുക. അതായിരിക്കും നിങ്ങളെ പി മെട്രിക്സ്. മനസ്സിലായോ? ഇതിവിടെ ഈ സ്റ്റാൻഡേർഡ് ബേസിസ് എടുത്തതിനെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നേരിട്ട് സിമ്പിൾ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഡിഫറെന്റ് നിങ്ങൾ ബേസ് എടുക്കുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഓരോ കേസും സോൾവ് ചെയ്തെടുക്കണം, എന്നിട്ട് നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കേസ് നമുക്ക് കിട്ടിയ മെട്രിക്സ് പറഞ്ഞാൽ പി മെട്രിക്സ് പറഞ്ഞാൽ 1 1 1 1 1 0 1 0 0. ഓക്കെ, 1 0 0. ഇതാണ് നമ്മൾ പി മെട്രിക്സ്. നമുക്ക് നമ്മളെ റിസൾട്ട് ഒന്ന് നോക്കാം. ആ റിസൾട്ട്, ഫസ്റ്റ് റിസൾട്ട് എന്താ പറഞ്ഞത്? ഞാൻ ഇതൊന്ന് ഓക്കെ നെക്സ്റ്റ് പേജ് എടുക്കാം.
ഫസ്റ്റ് റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ പറഞ്ഞാൽ പി ഇൻറ്റു ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആയിരിക്കും. കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആയിരിക്കും. ഇപ്പോൾ ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ നമുക്ക് എന്താ കിട്ടിയാൽ നോക്കാം. നമുക്ക് 2 3 4 എന്ന് കിട്ടി. മറ്റേത് 4 -1 -1 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അപ്പം 2 3 4 എന്ന് കിട്ടി. ഇതിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇത് എഴുതണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ബീറ്റ ഡാഷ് എഴുതാം. ഇത് നമുക്ക് നോക്കാം, ഇത് ശരി, ഇത് തന്നെ കിട്ടുമോ നോക്കാം. നമുക്ക് കിട്ടിയ സാധനം കിട്ടുമോ നോക്കാം. പി എന്ന മെട്രിക്സ് 1 1 1 1 1 0 1 0 0 ആയിരുന്നു. അത് ഇൻറ്റു 4 -1 -1 ചെയ്താൽ നമുക്ക് എന്താ ശരി കിട്ടേണ്ടത്? 2 3 4 കിട്ടണം. അത് കിട്ടുമോ നോക്കാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ എന്താ വരിക? നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് ശരിയാണെന്ന് നോക്കാം. 1 × 4 + 1 × -1 1 × -1. അപ്പോൾ എന്താ വരിക? 2. 1 × 4 + 1 - 1 is 3 + 4 അല്ലേ. ശരിയാണ്. അപ്പം ഇത് എക്സാക്ട്ലി ഈക്വൽ ടു ആൽഫ ബീറ്റ. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ പി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് തിരിച്ചു നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. തിരിച്ച റിസൾട്ട് എന്തായിരുന്നു? കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ പി ഇൻവേഴ്സ് ഇൻറ്റു കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആണ്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പി ഇൻവേഴ്സ് കാണാൻ എല്ലാവർക്കും അറിയില്ലേ? മെട്രിക്സ് ഇൻവേഴ്സ് കാണാൻ അറിയില്ല എല്ലാവർക്കും? അറിയണമല്ലോ അല്ലേ? അറിയാം സർ. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാം. അപ്പം ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നടന്ന കാര്യം. അപ്പോൾ അതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വൃത്തിയായി വായിക്കുക, കേൾക്കുക, ക്ലാസ് കേൾക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തിടുന്നതിനെ കൊണ്ട് കുറച്ച് പേര് ക്ലാസ് കയറാതൊക്കെ ഉണ്ട്. ഇപ്പം ഇതിലിപ്പോൾ നോക്കി നിങ്ങൾ ക്ലാസ് നോക്കാൻ ആകെ എത്ര പേരുള്ളോ? 10 പേരോ? അതിൽ 2 ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരൊന്നും ക്ലാസ്സിലില്ല. ഞാൻ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് ഇടുന്നതിനെ കൊണ്ടായിരിക്കില്ല ആരും ക്ലാസ് കയറാത്തത്. പിന്നെ ഞാൻ അന്ന് പോലെ നിർത്താൻ വിചാരിക്കുന്നുണ്ട്. ഈ റെക്കോർഡ് ക്ലാസ് ഇടുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ അത് ക്ലാസ് കുറേ പേർക്ക് അറ്റൻഡ് ചെയ്യുന്നില്ല, ലൈവ് ക്ലാസ്സേ. അപ്പം ക്ലാസ് കയറാത്തത് ആളുകൾ പറയാം കേട്ടോ, എല്ലാവരും ക്ലാസ്സിൽ കയറാന്ന് പറയാം. മാക്സിമം ലൈവ് ക്ലാസ് എടുക്കാൻ. കാരണം ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കറിയാം ലൈവ് ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് മനസ്സിലാവും. മറ്റ് കുഴപ്പമില്ല. മറ്റ് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, മാക്സിമം ഞാൻ പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന്. കാരണം ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം എനിക്കിത് എന്താ പറയുക, നമ്മൾ ഈ കണ്ണുമുട്ടന്മാരെ നാട്ടിലിരിക്കുന്ന പോലെയാണ്. എനിക്കാരും കാണാൻ, ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് റെസ്പോൺസ് കിട്ടിയാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ആ ഒരവസ്ഥയാണ്. ഓക്കെ, അപ്പം അതാണ് കോർഡിനേറ്റ് മെട്രിക്സിൻ്റെ കാര്യം. ഞാൻ റിയൽ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, വേറൊരു കോൺസെപ്റ്റ് പറയാം. അത് നമുക്ക് അത്യാവശ്യമാണ്. അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും. കാരണം നമ്മൾ റാങ്ക് പറഞ്ഞു ഓൾറെഡി, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം ഇത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഒരു നള്ളിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? എന്താ നള്ളിറ്റി പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? നള്ളിറ്റി ഓഫ് എ മെട്രിക്സ്, സോറി, എന്തിൻ്റെയാന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. ഓഫ് എ മെട്രിക്സ്, ടൈം ബീങ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തരാം ഞാൻ. സപ്പോസ് ഐ എം ഗിവിംഗ് യു എൻ 3x3 മെട്രിക്സ്. വാട്ട് ഈസ് ദ നള്ളിറ്റി ഓഫ് എ? എന്താ അറിയോ? റാങ്ക് ഓഫ് എ നിങ്ങൾക്ക് കാണാൻ അറിയാം. റാങ്ക് ഓഫ് എ നിങ്ങൾക്ക് കാണാൻ അറിയാം. ഞാൻ എ തന്ന നിങ്ങൾക്ക് റാങ്ക് ഓഫ് എ കാണാൻ അറിയാം. അതുപോലെ ഒരു സാധനമുണ്ട് നള്ളിറ്റി എന്ന് പറഞ്ഞിട്ട്. അത് വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ അതിന് ആദ്യം നൾ സ്പേസ് ഓഫ് എ ഡിഫൈൻ ചെയ്യണം. നള്ളിറ്റി ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ നൾ സ്പേസ് എന്ന സാധനമുണ്ട്. വേറെ ഒന്നുമല്ല. ഇപ്പം ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ f⁻3, അല്ലെങ്കിൽ നിങ്ങളെ ഫീൽഡ് എന്താണോ f⁻3. ഇപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾ കോംപ്ലക്സ് ഫീൽഡ് എടുക്കാം, അല്ലെങ്കിൽ റിയൽ ഫീൽഡ് എടുക്കാം, കുഴപ്പമില്ല. സെറ്റ് ഓഫ് ഓൾ എക്സ് in from f3 for which ax is equal to 0. അപ്പോൾ ഇത് ശരിക്കും ഈ സിമ്പിളായിട്ട് കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 3x3 മെട്രിക്സ് നിങ്ങൾ എടുക്കുക. യു ഫൈൻഡ് ഓൾ ദോസ് 3x1 വെക്ടേഴ്സ്. f3 എന്ന് പറയുമ്പോൾ 3x1 വെക്ടേഴ്സ്. ഓക്കെ, ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ f ക്രോസ് f എന്ന ഫീൽഡാണ്. ഓക്കെ, ശരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക ഓർഡർ പെയർസ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, എ ബി സി അല്ലെങ്കിൽ x y z. അതിന് നമുക്ക് ഇങ്ങനെ കോളം ആയിട്ടും
നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതാണ് ഈ വെക്ടർ. ഓക്കെ, അപ്പം a ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇത് സംഭവിക്കുന്ന എല്ലാ എക്സുകളുടെയും കളക്ഷൻ, അതിനാണ് നമ്മൾ നൾ സ്പേസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ 1 1 നമ്മൾ നേരത്തെ എടുത്തല്ലോ അങ്ങനെ 1 1 0 1 0 0 എടുത്തല്ലോ. ഇനി ഞാൻ ചോദിക്കാം നിങ്ങളോട്, യു ഫൈൻഡ് ഓൾ എക്സ് ഫോർ വിച്ച് എ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക എക്സുകൾ? ഇവിടെ നമുക്ക് വെക്ടേഴ്സ് പറയാം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 0 0 0 കിട്ടണം, അത്രേ ഉള്ളൂ. ഏതൊക്കെയാണ് വരിക? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറയാൻ 0 പറ്റുമോ? 0 1 മൈനസ് 1. 1 മൈനസ് 1 കറക്റ്റ് ആണോ? ഇല്ല ഇല്ല, രണ്ടാമത്തേൽ വരില്ല. ഇല്ല. രണ്ടാമത്തേൽ വരില്ല. പിന്നെ എന്തൊക്കെയാ വരിക? 0 -1 -1. 0 -1 -1 വരുമോ? നോക്കട്ടെ. സെക്കൻഡ് എൻട്രി 0 വരില്ലല്ലോ. 1 ഇല്ല, × 0 + 1 അത് × -1 ആയിരിക്കുമല്ലോ. ഞാൻ ഈ 3x3 എക്സാമ്പിൾ എടുത്ത് പറയാൻ കാരണം ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ശേഷം റിഗ്രസ് ആയിട്ടുള്ള ഡെഫിനിഷൻ പറയാൻ വെച്ചില്ല. പക്ഷെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനൊരു പണ്ട് റിസൾട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു റിസൾട്ട്? ഇതിപ്പോൾ ഒരു AX = 0 സിസ്റ്റം ആണ്. ഇതൊരു n/n മെട്രിക്സ് ആണ്. ഇവിടെ 3x3 മെട്രിക്സ് ആണ് അല്ലേ? അപ്പോൾ AX = സിസ്റ്റമിന് നമ്മൾ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ? A നോൺ സിംഗുലർ ആയാൽ മതി. ആ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഒക്കെ പറഞ്ഞ സമയത്ത്. അപ്പം ഇത് നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? ഇതൊരു ബേസിസ് ആയി നമ്മൾ എടുത്തില്ല നേരത്തെ. 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഡിറ്റർമിനന്റ് കണ്ട നോൺ സീറോ ആയിരിക്കും. അപ്പോൾ എന്ത് വരും? അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് AX = 0 സിസ്റ്റത്തിന് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റർ A0 എടുത്ത രണ്ടും സെയിം ആയിരിക്കും. രണ്ട് റാങ്കും സെയിം ആയിരിക്കും. അത് ഈക്വൽ ടു ഈ കേസിൽ 3 കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായി? നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടും. സോറി, നമുക്ക് യുണീക്ക് സൊല്യൂഷൻ കിട്ടും. നമുക്ക് ഒന്നും ഓൾറെഡി അറിയാം, 0 0 0 എന്തായാലും സൊല്യൂഷൻ ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ആകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ, 0 0 0. അപ്പോൾ നൾ സ്പേസ് ഓഫ് ഈ എ മെട്രിക്സ് എന്ന വേറെ ഒന്നല്ല, ആ സ്പേസിൽ ആകെ ഒരു ഒറ്റ വെക്ടർ ഉള്ളൂ, 0 0 0. ഇവിടെ ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിനടുത്ത് ഇതൊക്കെ പറയുമ്പോൾ. ഒന്നുകൂടി ഒന്ന് കേട്ടാൽ മനസ്സിലാവും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക കാര്യങ്ങൾ പറയുന്നത്. അറിയാത്ത സംശയങ്ങൾ ചോദിക്കുക നിങ്ങൾ പിന്നീട്. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇത് മാത്രം നൾ സ്പേസ്. ഒന്നുമില്ല, ആ മെട്രിക്സ് ഇപ്പം നിങ്ങളിപ്പോൾ ഞാൻ ഇത് എപ്പോഴും n/n മെട്രിക്സ് ആയിക്കോണമെന്നൊന്നുമില്ല. ഞാൻ ഒരു ജനറൽ കേസ് പറയാം ഞാൻ. അതായത് ഒരു m/n മെട്രിക്സ്. ഇഫ് യു ടേക്ക് an m/n മെട്രിക്സ്, ഓക്കെ, m and n need not be same. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ എങ്ങനെയാണ് വരിക വെച്ചാൽ, നൾ സ്പേസ് പറഞ്ഞാൽ വേറെ ഒന്നല്ല, the set of all x belongs to f or എന്തോന്നും വരും, m ആണോ n ആണോ എന്ന് നിങ്ങൾ പറയാം, such that AX is equal to 0. എന്തായിരിക്കും? എന്റെ ഓർഡർ m/n ആണ് അല്ലേ? അപ്പോൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഓർഡർ, ഇതൊരു വെക്ടർ നമുക്കറിയാം. ഏതൊരു എമ്മിലോ F4M-ലോ F4N-ലോ അല്ലേ? എക്സ് ഒരു വെക്ടർ ആയതുകൊണ്ട് n/1 വെക്ടർ ആയിരിക്കും. ഇങ്ങനെ കോളം വെക്ടർ ആണ്. n റോസും ഒറ്റ കോളം അല്ലേ? അപ്പോൾ എക്സ് n/n വെക്ടർ ആയി. അപ്പം എക്സ് എവിടുന്ന? എക്സ് F4N എന്നാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു F4N സച്ച് ദാറ്റ് AX മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 കിട്ടണം. 0 പറഞ്ഞാൽ എവിടെയുള്ള വെക്ടറാ? ഇത് m/n മെട്രിക്സ് ഇൻറ്റു n/n മെട്രിക്സ് എന്താ കിട്ടുക? m/1 മെട്രിക്സ് കിട്ടും അല്ലേ? ഇതാണ് ഇൻ ജനറൽ ഡെഫിനിഷൻ ഫോർ നൾ സ്പേസ് ഓഫ് എ മെട്രിക്സ്, m/n മെട്രിക്സ്. ഓക്കെ, ഇനി ഈ നൾ സ്പേസിന്റെ ശരിക്കും നമ്മൾ കുറച്ച് നേരം കാണാം. ഇതൊരു വെക്ടർ, ഇതെന്താ പറയുക, ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഇതിന്റെ ഡയമെൻഷൻ ആണ് നള്ളിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡയമെൻഷൻ എന്താ നമുക്കറിയാം അല്ലേ? ഇതിന്റെ ഡയമെൻഷനാണ് നമ്മൾ നള്ളിറ്റി പറയുക. ഈ നൾ സ്പേസ് ഓഫ് എ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ സ്പേസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ നള്ളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഈ കേസ് നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കാം, സിമ്പിളായിട്ട് എക്സാമ്പിൾ നമുക്ക് അത് വെച്ച് നിർത്താം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നാളെ ഞാൻ ലീനിയർ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ലൈവ് ക്ലാസ് തന്നെ ആയിരിക്കും മാക്സിമം. അപ്പം നിങ്ങൾ ഇത് കയറാത്തവരോടൊക്കെ പറയാം, കയറാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം 111110111 ഈ മെട്രിക്സിന്റെ ഈ ബി എന്ന മെട്രിക്സ് നൾ സ്പേസ് കാണുന്നതായിരിക്കും. സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് AX equal to BX equal to 0 എന്നാണ് വരുന്നത്. അപ്പം സെറ്റ് ഓഫ് ഓൾ എക്സ് ഫോർ വിച്ച് ABC ഈക്വൽ ടു 0 0 0 നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാം A പ്ലസ് ബി പ്ലസ് സി പറഞ്ഞാൽ 0 ആയിരിക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ തന്നെ വരും, A പ്ലസ് ബി പ്ലസ് സി പറഞ്ഞാൽ 0 ആയിരിക്കണം. A പ്ലസ് സി അല്ലേ, A പ്ലസ് സി പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരേ ഇക്വേഷൻ അല്ലേ. അപ്പം ഒരു വർഷം എഴുതിയാൽ മതിയല്ലോ, 2 വർഷം എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, രണ്ടും ഒരേ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ട സിസ്റ്റം. ഇതിൽ നേരിട്ട് കിട്ടുന്നുണ്ട് A എന്തായാൽ മതി, മൈനസ് സി ആയാൽ മതി എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ബി കിട്ടും. എക്ക് എന്ത് കൊടുക്കുക, മൈനസ് സി കൊടുക്കുക. മൈനസ് സി പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ബി എന്തായി, ബി 0 ആയി അല്ലേ. ശരിയല്ലേ, ഇത് മൈനസ് സി പ്ലസ് ബി പ്ലസ് സി 0 ആണ്. അപ്പോൾ ബി എന്തായി, മൈനസ് സി പ്ലസ് സി 0 ആയിപ്പോൾ ബി 0 ആയി. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് സി, ബി 0 ആയിട്ട് എടുക്കാം. നമുക്ക് നോക്കാം. അപ്പം എ ഈക്വൽ ടു മൈനസ് സി. അപ്പോൾ ഞാൻ സിക്ക് 1 എടുക്കുകയാണെങ്കിൽ എ എന്താവണം, മൈനസ് സി ആവണം, -1 ആവണം, ബി 0 ആവണം. അപ്പോൾ മൾട്ടിപ്ലൈ 0 കിട്ടുന്നത് നോക്കിയാൽ 1 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 0 ശരിയാണ്. 1 ഇൻറ്റു അത് ശരിയാവും, 1 ഇൻറ്റു സെയിം അല്ല ശരിയാവും. ലാസ്റ്റോ 1 ഇൻറ്റു -1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 അതും ശരിയാണ്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ എഴുതി. അതായത് -1 0 1 ഒരു വെക്ടറാണ് സ്പേസ് ഉള്ളത്. ഇതിലുള്ള എല്ലാ വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ, അവ ഏത് ഫോമിലായിരിക്കും, -C 0 C. അപ്പോൾ സി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ സി ഞാൻ 100 കൊടുത്താലും വർക്ക് ചെയ്യും, 500 കൊടുത്താലും വർക്ക് ചെയ്യും, -20 വർക്ക് കൊടുത്താലും വർക്ക് ചെയ്യും, എന്ത് കൊടുത്താലും വർക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ സിക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിൽ കൊടുത്തു, ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ കൊടുത്തോളൂ, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ കൊടുത്തോളൂ, അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ അപ്പം സ്പേസ് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക, അവർ സി ബിലോങ്സ് ടു ആർ. നമ്മൾ ഫീൽഡ് എടുക്കുന്ന അങ്ങനെയാണെങ്കിൽ ആർ ആണെങ്കിൽ ഇങ്ങനത്തെ എല്ലാ വെക്ടേഴ്സും -1 0 1 100 -100 0 100 അങ്ങനത്തെ എല്ലാ വെക്ടേഴ്സും ഇൻ നൾ സ്പേസിൽ ഉണ്ടാവും. അതായത് ഒന്നുമില്ല, ഈ മെട്രിക്സിനെ നമ്മൾ ആ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടണം. ആ കിട്ടുന്ന എല്ലാ വെക്ടേഴ്സിന്റെ കളക്ഷൻ അതിനാണ് നമ്മൾ നൾ സ്പേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്, മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പം അതാണ് നൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ, ഈ സ്പേസിന്റെ ഡയമെൻഷനാണ് നമ്മൾ എന്ത് പറയാ, നള്ളിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ മെട്രിക്സ് നള്ളിറ്റി എത്ര വരിക, വേറെ അത് ഞാൻ പറയാം. ഇതിന്റെ ബേസ് ഈ ഇപ്പൊ ഈ സ്പേസ് ഉണ്ടല്ലോ, നമ്മുടെ എഴുതിയ ഈ സ്പേസ് ഉണ്ടല്ലോ, സെറ്റ് ഓഫ് ഓൾ -C 0 C where C belongs to R. ഇങ്ങനത്തെ എല്ലാ മെട്രിക്സും ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഒറ്റ മെട്രിക്സ് മതി, ഒറ്റ മെട്രിക്സ് മതി, -1 0 1. ഈ മെട്രിക്സിന് ലീനിയർ കോമ്പിനേഷൻ ആക്കി ഇതിൽ എല്ലാ വെക്ടേഴ്സും, അതൊരു k ടൈംസ് -1 0 1 ആക്കി നമുക്ക് ഏത് വെക്ടറിന് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ -100 0 100 എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അതിനെ 100 ടൈംസ് -1 0 1 എഴുതി കൂടെ, ഒരു കോൺസ്റ്റന്റ് ടൈംസ് എഴുതാം. ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ ദിസ് ബേസിസ് ആക്കി എഴുതാം. ഞാൻ ചെയ്യുന്നത് അറിയാം, അവിടെ ഒരു ബേസിസ് കണ്ടുപിടിക്കാൻ നോക്കാം, അത്രേ ഉള്ളൂ. എൻ്റെ ക്ലെയിം ഇതാണ്, എൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വെക്ടർ ഉള്ളൂ, ഇതാണ് എൻ്റെ ബേസിസിലെ വെക്ടർ എന്ന് ഞാൻ പറയുന്നത്. കാരണം എന്താ, ഇത് ലീനിയർ ഇൻഡിപെൻഡന്റ് ആണ് വെക്ടർ, ഒറ്റ വെക്ടർ ഉള്ളൂ. പിന്നെ ഇത് ഫുൾ സ്പേസ് സ്പാൻ ചെയ്യണം. ഫുൾ സ്പേസ് സ്പാൻ ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഈ സെറ്റിലുള്ള വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷൻ വെച്ച് നമുക്ക് എല്ലാ എലിമെന്റ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ഇവിടെ ഉള്ള ഈ സെറ്റിലുള്ള നൾ സ്പേസിലുള്ള പറ്റുന്നുണ്ട്. കാരണം എന്താ, നിങ്ങൾ ഏത് ഇപ്പൊ എനിക്ക് നിങ്ങൾ 50 0 -50 തന്നു വരിക, ഇതിനെ ഈ എലിമെന്റ് ഈ സ്പേസിലുണ്ടോ, ഈ മെട്രിക്സ് ഈ സ്പേസിലുണ്ടോ? ഉണ്ട്. കാരണം എന്താ, -50 ഇൻറ്റു -1 0 1 എഴുതാൻ പറ്റും. അപ്പോൾ ഈ സ്പേസിലുള്ള വെക്ടേഴ്സിന് സ്പാൻ ആക്കി എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഈ സ്പേസിൽ ശരിക്കും ഒറ്റ വെക്ടർ ഉള്ളൂ, ഒറ്റ ലീനിയർ ഇൻഡിപെൻഡന്റ് വെക്ടർ ഉള്ളൂ മൊത്തം സ്പേസിന് സ്പാൻ ചെയ്യുന്നത്. -1 0 1 എടുക്കാം, അല്ലെങ്കിൽ വേറെ വെക്ടേഴ്സിന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു വെക്ടറേ വരുള്ളൂ എന്തായാലും ബേസിസിലും. അപ്പോൾ ഇതിന് നള്ളിറ്റി പറഞ്ഞാൽ 1 വരും. വേറൊരു റിസൾട്ട് ഉണ്ട്, ഇത് പറയാൻ കാരണം വെച്ചാൽ വേറെ റിസൾട്ട് വരുന്നുണ്ട്. അത് ഒരു M/N മെട്രിക്സ് ആണെങ്കിൽ റാങ്ക് ഓഫ് A പ്ലസ് നള്ളിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഇൻ A. ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. ഇതിന്റെ ഒരു ഹയർ വേർഷൻ ആണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ പഠിക്കും.
അത് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ നമ്പർ ഓഫ് കോളംസ്. നമ്മൾ തൊട്ടുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ 3x3 മെട്രിക്സ് എടുത്തു, നള്ളിറ്റി നമുക്ക് 1 കിട്ടി. നമ്പർ ഓഫ് കോളംസ് നമുക്കറിയാം 3 ആയിരുന്നു അല്ലേ? തൊട്ടുമ്പ് ചെയ്ത ഈ കേസിൽ, ഈ 3x3 കേസിൽ 3x3 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്, നമുക്ക് ഡയമെൻഷൻ 1 ആയിട്ട്, സോറി നള്ളിറ്റി 1 ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പ്രൊഡിക്റ്റ് ചെയ്യാം? റാങ്ക് എന്താന്ന് പറയാൻ പറ്റും ഒറ്റയടിക്ക്. റാങ്ക് എന്താ? 3 - 1 2 ആയിരിക്കും ഉറപ്പായിട്ടും. അതിനാ ഇതിന്റെ ഒരു ഗുണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ റാങ്ക് ഈ മെട്രിക്സ് റാങ്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് നള്ളിറ്റി പറയാൻ പറ്റും. ഇത് ഫിക്സ്ഡ് ആണ്, നമ്പർ ഓഫ് കോളംസിന്റെ ഫിക്സ്ഡ് ആണല്ലോ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റിലേഷൻ ആണ്. നമ്മൾ ഈ നെറ്റിനൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന സാധനം അത്. റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ നമ്പർ ഓഫ് കോളംസ് ഇൻ പെർട്ടിക്കുലർ മെട്രിക്സ്. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേസിൽ റാങ്ക് നള്ളിറ്റി തിയറം ഉണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് തിയറാണ്. അപ്പൊ അതിന്റെ ഒരു മെട്രിക്സ് വേർഷൻ എന്ന് പറയുന്നത്, ഇത് നമുക്ക് അതിന്റെ മെട്രിക്സ് വേർഷൻ എന്ന് പറയാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അത്? കണ്ടിട്ടുണ്ട് സർ. ഓക്കെ. അപ്പം റാങ്ക് കാരണം നള്ളിറ്റി കാണാം, നള്ളിറ്റി കാരണം റാങ്ക് കാണാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിൽ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അടുത്ത ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ് ഐ സ്റ്റാർട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. കയറാത്തവർ എല്ലാവരും കയറാൻ പറയാം. നിങ്ങൾ ക്ലാസ് കേൾക്കാത്തവർ ക്ലാസ് ഒന്നുകൂടി കേൾക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടെസ്റ്റ് നടത്താം. ടെസ്റ്റ് വേണോ നിങ്ങൾക്കിപ്പോൾ, അതോ പിന്നെ മതിയോ? നമ്മൾ ടെസ്റ്റ് വെക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് വെക്കുന്നത്. അപ്പൊ എനിക്കിപ്പോ ടെസ്റ്റ് വെക്കണം നിർബന്ധമൊന്നുമില്ല. ടെസ്റ്റ് ആ, വേണം. സാർ അപ്പോഴേ ഒരു നിങ്ങൾ സാർ ഒരു വായിക്കുള്ളൂ. ഡേറ്റ് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറയാം, ഞാൻ നാളെ പറയാം. പറയാനല്ലേ. ഞാൻ നാളെ പറയാം. ഞങ്ങൾക്ക് ഇപ്പൊ എന്നാലും നിങ്ങൾ എക്സാം ഒക്കെ പഠിക്കും. കഴിഞ്ഞു. അല്ല, നിങ്ങൾ ഫൈനൽ എക്സാം കഴിഞ്ഞില്ല, അതിപ്പോ ജൂണിലല്ലേ ഉണ്ടാവുള്ളൂ. വേറെ എക്സാം എല്ലാം കഴിഞ്ഞു അല്ലേ? അതല്ല, ഇന്റേണൽസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ നല്ല ക്ലാസ് കേൾക്കാത്ത ക്ലാസ് കേട്ടിട്ട് തറവാവുക 2 ദിവസത്തിനുള്ളിൽ. എന്നിട്ട് ഞാൻ ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എഴുത്ത് പരീക്ഷനെ കൊണ്ട് വലിയ ഗുണമൊന്നും എനിക്ക് തോന്നുന്നില്ല. എഴുത്ത് പരീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് വേണം നേരിട്ട് ഡിസ്കഷൻ ആവാം. ഓക്കെ, അപ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പഠിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ കാര്യങ്ങൾ അറിയാൻ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്കൊന്ന് നമ്മൾ MSc നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രോബ്ലമാറ്റിക് അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ശരിക്കും ചെയ്യണത് തിയറട്ടിക്കൽ ആയിട്ടാണ്. MSc കൊണ്ടൊരു ഉപകാരം ശരിക്കും ഇതാണ്. നമ്മൾ തിയറി ഫസ്റ്റ് ക്ലാസ് ജദീദ് സാറ് പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നല്ലേ, നമ്മൾ പ്രോബ്ലംസ് ഇല്ല അധികം ചെയ്യുക ഇവിടെ. നമുക്ക് തോന്നും എന്താ നമ്മൾ ഈ തിയറം പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൂഫ് ടെക്നിക്സ് പഠിക്കുക, പ്രൂഫുകൾ എഴുതാൻ വേണ്ടിയിട്ട് പുതിയ പ്രൂഫ് സ്വന്തമായിട്ട് എഴുതാൻ നിങ്ങളെ സജ്ജമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം റിസൾട്ട് കണ്ടാൽ നിങ്ങളെ ഒരു ഐഡിയ വെച്ച് പ്രൂഫ് ചെയ്താൽ നോക്കുക, പറ്റുമെന്ന് നോക്കുക, ശ്രമിക്കുക. അതൊക്കെ അതിന് പറ്റണം. നമ്മളിപ്പോൾ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഞാനൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഓരോ റിസർച്ച് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് പേപ്പർ ഫോമിലാക്കി നമ്മൾ ജേർണൽസിന് അയച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ റിസർച്ചുകൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? നമുക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് അറിയണം, അതിന്റെ ഒരു വേ ഓഫ് പ്രൂഫ് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾ വേറെ പേപ്പേഴ്സ് വായിക്കും ഓൾറെഡി പബ്ലിഷ് ആയിട്ടുള്ള, എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രൂഫ് ടെക്നിക്സ് നോക്കും, എന്നിട്ട് അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തി നമ്മളെ ആയിട്ടുള്ള ഒരു ഫ്ലേവറിൽ നമ്മൾ മാറ്റി ചെയ്യാൻ നോക്കും. അതായത് പ്രൂഫ് ടെക്നിക്സ് പഠിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പ്രൂഫ് പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മളിപ്പോൾ പഠിക്കുന്ന റിസൾട്ടുകളൊക്കെ അതിൻ്റെയൊക്കെ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് അതിൻ്റെ ഒരു ലെവൽ മുകളിലാണ് കാര്യങ്ങൾ വരിക. അതിൻ്റെ ഒരു പടി മുകളിലാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കുറച്ച് ടഫായി വരുന്നുണ്ട്. പക്ഷെ നല്ല പ്രിപ്പയർ ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനും MSc കഴിഞ്ഞ് കുറച്ചു കാലം അതിൻ്റെ ക്രാക്ക് ചെയ്തത്. പക്ഷെ അന്നൊക്കെ എൻ്റെ ഇൻട്രസ്റ്റ് വേറെ ആയിരുന്നു. പിന്നെയാണ് ടീച്ചിങ്ങിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കുഴപ്പമില്ല, എഴുതിയെടുക്കാൻ കുറച്ചൊന്ന് മെനക്കെട്ടാൽ എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, താല്പര്യമുള്ളവരെ ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരെന്താ നിങ്ങളെ ഒരു ഇത് വെച്ചാൽ അതുപോലെ പോവാം. മാക്സിമം ടീച്ചിങ് ഫീൽഡിൽ പോകുന്നത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, എന്നാൽ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നാളെ എല്ലാവരും ഉണ്ടാവണം. എന്തായാലും നിങ്ങൾ ക്ലാസ്സിൽ പറയാം എല്ലാവരോടും. അപ്പോൾ ഞാൻ ഈ എക്സ്ട്രാ ക്ലാസ്സിന് ഇടാൻ കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട്, കുറേ പേര് നെറ്റില്ലാത്തവരുണ്ട്, അതുകൊണ്ടാണ്.
എന്നാ ശരി, ഓക്കെ, എല്ലാവരും നമുക്ക് നാളെ കാണാം. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു.